അപ്പോൾ അവിടെ എത്തി ഇദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി. ഇങ്ങനെ മലയാളിയാണ്, പക്ഷേ തമിഴിൽ നന്നായി തമിഴിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പറഞ്ഞു സംഗീത സംവിധായകൻ വരട്ടെ, ആലോചിക്കാവുന്നു. 100-ൽ പരം നാടകങ്ങൾ അവതരിപ്പിച്ച് പാരമ്പര്യമുള്ള നാടക കമ്പനിയിൽ മുത്തുരാമൻ, ചുരുളിരാജൻ, നാഗേഷ് അങ്ങനെ വളരെ പ്രശസ്തരായ കലാകാരന്മാർ വന്ന് അഭിനയിച്ചു പോയിട്ടുള്ള നാടക കമ്പനിയാണ്. അങ്ങനെ സംഗീത സംവിധായകൻ്റെ മുമ്പിൽ തമിഴിൽ ഒരു മനോഹരമായി 1-2 പാട്ടുകൾ പാടി കേൾപ്പിച്ചു. അദ്ദേഹത്തിന് ആ പാട്ടുകൾ ഇഷ്ടമായി. രവീന്ദ്രൻ മാസ്റ്റർ ഗായകനായി സെലക്ട് ചെയ്തു. 10 രൂപയാണ് ശമ്പളം. അപ്പോൾ അന്നത്തെ 10 രൂപ എന്ന് പറഞ്ഞാൽ വളരെ വാല്യുബിളാണ്. അപ്പോൾ ആ 10 രൂപ ശമ്പളത്തിൽ ആ നാടക കമ്പനിയിൽ പാട്ടുകാരനായി അദ്ദേഹം കയറി. ഇതേ ഗാനമേള ട്രൂപ്പിൽ ഇങ്ങനെ കുറേ നാളിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരുന്നു. അതിനുശേഷം കരുണാനിധിയുടെ നാടക ട്രൂപ്പിലും രവീന്ദ്രൻ മാസ്റ്റർക്ക് പാടാൻ അവസരം കിട്ടി. അതിൽ വെള്ളിക്കിളമ എന്നുള്ള നാടകത്തിൽ വേണ്ടിയിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ രംഗത്ത് അദ്ദേഹം ജീവിക്കാമെന്നുള്ള ഒരു സാഹചര്യമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം സ്വന്തമായി ഒരു ട്രൂപ്പ് ഉണ്ടാക്കി. അതാണ് ഈ തിരുവനന്തപുരത്ത് മ്യൂസിക് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ഉണ്ടാക്കിയ അവരുടെ ട്രൂപ്പായിരുന്നു തണ്ടർ ബേർഡ്സ്. അതേ പേര് തന്നെ സ്വീകരിച്ചുകൊണ്ട് തണ്ടർ ബേർഡ്സ് എന്ന് പറഞ്ഞ ഒരു ട്രൂപ്പ് കോടമ്പക്കത്ത് അദ്ദേഹം ഉണ്ടാക്കി.